കാനഡയിലെ ഒരു ഹോസ്പിറ്റലിൽ ചങ്കിന് വേദനയെത്തിയ 44-കാരനായ ഇന്ത്യക്കാരൻ കാത്തിരിക്കേണ്ടി വന്നത് 8 മണിക്കൂർ. തുടർന്ന് 3 കുട്ടികളുടെ പിതാവായ ഇദ്ദേഹം മരിച്ചു. കാനഡയിലെ ഹോസ്പിറ്റലുകളിൽ അത്യാഹിത വിഭാഗത്തിന്റെ പരിമിതികളാണ് ഈ വാർത്തയെ വ്യക്തമാക്കുന്നത്. പ്രശാന്ത് കുമാർ എന്ന ഇന്ത്യൻ വംശജനാണ് ചങ്കിന് വേദനയുമായി ഹോസ്പിറ്റലിൽ എത്തിയത്. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. തനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പരിശോധനയ്ക്ക് മണിക്കൂറുകൾ നീണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. കാനഡയിലെ എഡ്മണ്ടണിലെ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ ആണ് സംഭവം നടന്നത്. ജോലി സമയത്ത് ചങ്കുവേദന അനുഭവപ്പെടുകയും അവിടെയുള്ളവരിൽ ചിലരാണ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അടിയന്തര ചികിത്സ ലഭിക്കുന്ന ക്രമം നിശ്ചയിക്കുന്ന ട്രയാജിൽ ഇദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്ത ശേഷം കാത്തിരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഏറെ നേരം കാത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് ശ്രീകുമാർ സ്ഥലത്ത് എത്തി. കഠിനമായ വേദന ഉണ്ടെന്ന് പറഞ്ഞത് മൂലം നേരങ്ങളുടെ കാത്തിരിവിന് ശേഷം ഒരു ECG എടുത്തു. എന്നാൽ ECGക്ക് ശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. കാത്തിരിക്കുവാൻ വീണ്ടും ആവശ്യപ്പെട്ടു. അതിനുശേഷം വേദനയ്ക്ക് ടൈലിനോൾ നൽകി. നമ്മുടെ ഇവിടുത്തെ പാരസിറ്റാമോൾ ആണ് കാനഡയിലെ ടൈലിനോൾ. എന്നാൽ ഇതിനുശേഷം പ്രശാന്തിന്റെ രക്തസമ്മർദ്ദം വർദ്ധിച്ചു. അവസാനം ഇദ്ദേഹം ഇരിക്കുവാൻ കഴിയാതെ എഴുന്നേറ്റ് നിന്നു. ചങ്കിൽ അമർത്തി. തുടർന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ തന്നെ 8 മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. പെട്ടെന്ന് മെഡിക്കൽ സ്റ്റാഫ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. ചികിത്സ നൽകാൻ ശ്രമിച്ചു. പക്ഷേ ഹൃദയാഘാതം മൂലം പ്രശാന്ത് മരിച്ചിരുന്നു. 3 വയസ്സ്, 10 വയസ്സ്, 14 വയസ്സ് ഉള്ള 3 മക്കൾ ഇദ്ദേഹത്തിനുണ്ട്. ട്രയാജിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രോഗികളുടെ തീവ്രത അനുസരിച്ച് മാത്രമേ ചികിത്സയ്ക്കായി പ്രവേശിക്കാൻ കഴിയുള്ളെന്ന് ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. കാനഡയിലെ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗം ട്രയാജ് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം വരുന്നവർക്ക് ആദ്യം ചികിത്സ എന്ന രീതിയിലല്ല രോഗികളെ ചികിത്സിക്കുന്നത്. ചികിത്സയ്ക്ക് എത്തുന്നവരെ അവരുടെ രോഗലക്ഷണങ്ങൾ പറയുന്നതിന് അടിസ്ഥാനമാക്കിയാണ് ട്രയാജ് തയ്യാറാക്കുന്നത്. ട്രയാജ് ഒരു ജീവൻ രക്ഷാ സംവിധാനമായി നടപ്പാക്കിയിരിക്കുന്നതാണെങ്കിലും തീവ്ര പരിചരണം ആവശ്യമുള്ള ഒരുപാട് രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുമ്പോൾ ഈ സംവിധാനം വൻ പരാജയമാകുന്നതാണ് പതിവ്. ശരിക്കും ചങ്കിന് വേദന ഒരു അടിയന്തര ചികിത്സ ആവശ്യമുള്ള ലക്ഷണമാണ്. കാരണം ഹൃദയാഘാതത്തിന് മറ്റു പ്രധാന ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ല. കാനഡയിലെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ചികിത്സ ലഭിക്കാനുള്ള കാലതാമസം. ചെറിയ രോഗലക്ഷണങ്ങൾക്ക് ഡോക്ടറെ കാണുവാനായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടതുണ്ട്. മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ കൂടാതെ മരുന്ന് ലഭിക്കുകയുമില്ല. കാനഡയിലെ ഹോസ്പിറ്റലുകളിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നേടുവാൻ പോലും 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടതായി വരുന്നുണ്ട്. വരാന്തകളിലും ഇടനാഴിയിലും രോഗികൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടി വരുന്നുണ്ട്. ഇത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമല്ല. അടിസ്ഥാനപരമായുള്ള സംവിധാനങ്ങളുടെ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള കാലതാമസം വരുന്നത് പ്രധാനമായും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഷോർട്ടേജ് മൂലമാണ്. ജനസംഖ്യയിൽ വലിയൊരു പങ്കും പ്രായം ഉള്ള ആളുകളാണ് കാനഡയിൽ. അതുകൊണ്ട് തന്നെ ഇവരിൽ ഭൂരിഭാഗം ആളുകളും ചികിത്സയിലായിരിക്കുന്നവരാണ്. കാനഡയിൽ ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചികിത്സ സൗജന്യമാണ്. പക്ഷെ ഭൂരിപക്ഷം ആശുപത്രികളിലും ചികിത്സ വേഗത്തിൽ നൽകാനുള്ള സൗകര്യമില്ല. ഇവിടെ പ്രശാന്ത് കുമാർ എന്ന ഇന്ത്യൻ വംശജൻ ചികിത്സ ലഭിക്കാതെ മരിച്ചത് ട്രയാജ് സംവിധാനത്തെ അടിസ്ഥാനമാക്കി മാത്രമേ ചികിത്സ നൽകാവൂ എന്ന നിബന്ധന മൂലമാണ്. നിലവിൽ കാനഡയിലെ ആശുപത്രികൾ അഭിമുഖീകരിക്കുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് മൂലം ഈ ട്രയാജ് സംവിധാനം വൻ പരാജയമാണ്. അടിയന്തര ചികിത്സ ആവശ്യമുള്ളപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ ആഗ്രഹിച്ചാൽ പോലും അത്യാഹിത വിഭാഗ സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ ഇല്ല. ചികിത്സയ്ക്കായി മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. ചെറിയ രോഗങ്ങൾക്ക് ആകെ ആശ്രയമായി ഉള്ളത് സ്വകാര്യ ക്ലിനിക്കുകളാണ്. കാനഡയിലുള്ള യുവാക്കൾ ഉൾപ്പെടെ ഹൃദയാഘാതം മൂലം മരിക്കുന്നത് സ്ഥിര സംഭവമാണ്. ഇന്ത്യക്കാരുമായുള്ള സാംസ്കാരിക വ്യത്യാസം മൂലം ചികിത്സയിൽ പോലും വേണ്ട പരിഗണന ഇന്ത്യക്കാരായ രോഗികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ നൽകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്.